ഒരു പ്രതികരണം എന്തല്ല വിളിച്ചു എന്ത് പ്രതികരിക്കാനാ മാഷ്? ശരി മാത്രമാണ്, ശരിക്കും മാത്രമാണ്. അല്ല, അത് ഇതിനൊക്കെ എന്ത് മറുപടിയാണ് പറയുന്നത്? താങ്കൾ ഒരു ഘട്ടത്തിൽ ചർച്ചകൾക്ക് നേതൃത്വം കൊടുത്ത ഒരാളാണ്. താങ്കൾ എങ്ങനെ ഒരു അപ്രായോഗികമായോണ്ടാണോ വിട്ടുകളഞ്ഞത്? അതെ, നമ്മൾ ചർച്ച നടത്തി പരമാവധി കൂട്ടത്തിൽ നിർത്താൻ നോക്കിയതാണ്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഈ ചർച്ചയിൽ ഏതെങ്കിലും ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞാണോ ഈ കാര്യം, ഇത്തരം കാര്യം പറഞ്ഞു? ഇതൊന്നും എന്നോട് പറഞ്ഞിട്ട് എനിക്കറിയാം. ഏതെങ്കിലും നല്ല എഫക്റ്റ് ഉണ്ടാവുന്നുണ്ടോ ഈ അൻവർ എഫക്റ്റ്? ഒന്നുമില്ല. ഇവിടെ UDF LDF തമ്മിലാണ് പോരാട്ടം. BJP അപ്രസക്തമാണ്. BJP ഇതുവരെ നിൽക്കാൻ പോലും തയ്യാറായില്ലല്ലോ. രാജീവ് ചന്ദ്രശേഖരൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് തന്നെ പരാജയപ്പെട്ടു. അദ്ദേഹം പ്രസിഡൻ്റായി വന്ന ശേഷം ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ്. അദ്ദേഹം എന്താ പറഞ്ഞത്? ഞാൻ നിൽക്കുന്നില്ല, സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല. സ്ഥാനാർത്ഥിയെ നിർത്താൻ പോലുമുള്ള ആത്മവിശ്വാസം അദ്ദേഹത്തിനില്ല. സുരേന്ദ്രനായിരുന്നെങ്കിൽ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയായാലും നേരത്തെ പ്രഖ്യാപിച്ചായിരുന്നു, ജയിച്ചില്ലെങ്കിൽ. രാജീവ് ചന്ദ്രശേഖരനെ വലിയ ആനയും അമ്പാരിയൊക്കെ ആയിട്ട് സ്വീകരിച്ചിട്ട് അദ്ദേഹം മത്സരിക്കാൻ പോലും തയ്യാറല്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. നിലമ്പൂരിൻ്റെ മണ്ഡലത്തെക്കുറിച്ച് നേരത്തെ അറിയുന്ന ഒരാളാണ്. ഈ ഒരു ഘട്ടത്തിൽ, ഇപ്പോഴൊരു ഘട്ടത്തിൽ എത്രത്തോളം ഭൂരിപക്ഷം നമുക്ക് പ്രതീക്ഷിക്കാം? ഞാൻ പറഞ്ഞത് 25,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് UDF ജയിക്കാൻ പോവാണ്. ഇന്നലെ ഞാൻ പറഞ്ഞ കാര്യമാണ്. നല്ല ഭൂരിപക്ഷമാണ്, നല്ല ഭൂരിപക്ഷത്തിന് ജയിക്കും. ചരിത്രത്തിലില്ലാത്തൊരു ഭൂരിപക്ഷം. ആര്യാടൻ മുഹമ്മദിന് ലഭിക്കാത്ത ഭൂരിപക്ഷം ആര്യാടൻ ഷൗക്കത്തിന് കിട്ടും. അതുകൊണ്ട് കാര്യമൊന്നുമില്ല. ജനങ്ങൾ ഈ ഗവൺമെൻറ്റിനെ മാറ്റാനാണ് വോട്ട് ചെയ്യുന്നത്. ജനങ്ങളൊരു മോചനം ആഗ്രഹിക്കുന്നു. തൊഴിലില്ലായ്മ, പട്ടിണി, ദാരിദ്ര്യം, അതുപോലെ തന്നെ വിലക്കയറ്റം, ഇതൊക്കെയാണ് ജനങ്ങൾ ചിന്തിക്കുന്നത്.